വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. പുതിയ NDA സർക്കാർ ഒരുങ്ങുന്നു. സർക്കാർ രൂപീകരണത്തിന് ഇന്ന് തന്നെ അവകാശവാദം ഉന്നയിക്കാൻ NDA ശനിയാഴ്ച സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്താനാണ് തീരുമാനം. ഭരണത്തിൽ കൂടുതൽ സ്വാധീനം ഉറപ്പിക്കാനുള്ള വിലപേശലിലാണ് TDPയും JDUവും. ഡൽഹിയിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ അനിശ്ചിതത്വത്തിന്റെ കാർമേഘങ്ങൾ ഒഴിയുകയാണ്. മൂന്നാം നരേന്ദ്രമോദി സർക്കാർ ശനിയാഴ്ച സത്യവാചകം ചൊല്ലും. ഇതിന് സാഹചര്യമൊരുക്കാൻ നിലവിലുള്ള മന്ത്രിസഭയുടെ രാജി നരേന്ദ്രമോദി ഇന്ന് രാഷ്ട്രപതിക്ക് കൈമാറി. 17ാം ലോക്സഭയും പിരിച്ചുവിടാൻ കേന്ദ്രമന്ത്രിസഭ ശുപാർശ ചെയ്തു. അഭ്യൂഹങ്ങൾക്കൊടുവിൽ തെലുങ്ക് ദേശവും JDUവും NDAയിൽ ഉറച്ചു നിൽക്കുമെന്ന് NDA യോഗത്തിൽ അറിയിച്ചു. I am also experienced. I have seen so many political changes in this country. We are in NDA. അനൌദ്യോഗിക ഉഭയകക്ഷി ചർച്ചകളിൽ സുപ്രധാന വകുപ്പുകളിലും സ്പീക്കർ സ്ഥാനത്തിനുമടക്കം അവകാശവാദം ഉന്നയിച്ചാണ് NDAയിൽ തെലുങ്ക് ദേശവും JDUവും നിലയുറപ്പിച്ചിരിക്കുന്നത്. NDA വിപുലീകരിക്കാനുള്ള നീക്കങ്ങളും ഇതിനിടെ BJP ശക്തമാക്കി. ഇന്ത്യ മുന്നണിയിലെ ചില പാർട്ടികളെയും ചില ഗ്രൂപ്പുകളെയും ലക്ഷ്യമിട്ടാണ് നീക്കം. ശനിയാഴ്ച നരേന്ദ്രമോദിക്കൊപ്പം ഘടകകക്ഷികളിൽ നിന്നുള്ള അംഗങ്ങളും മന്ത്രിമാരായി സത്യവാചകം ചൊല്ലും. R. രാധാകൃഷ്ണൻ, 24, ഡൽഹി. സർക്കാർ രൂപീകരണം വേഗത്തിലാക്കാനുള്ള സജീവമായ നീക്കങ്ങളാണ് NDAയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഇന്ന് തന്നെ NDA നേതാക്കൾ രാഷ്ട്രപതിയെ കാണാൻ പോകുന്നു. രാത്രി 7:30 രാഷ്ട്രപതിക്ക് പിന്തുണ കത്ത് കൈമാറും. R. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. RK, അല്പസമയം മുമ്പാണ് NDA യോഗം പൂർത്തിയായത്. ഇന്ന് തന്നെ രാഷ്ട്രപതിയെ സമീപിക്കാനുള്ള നീക്കം ഉണ്ടാവുന്നു നേതാക്കളുടെ ഭാഗത്ത് നിന്ന്. നിലവിൽ TDPയും JDUവും ഒക്കെ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഉപാധികളിൽ എത്രത്തോളം വഴങ്ങുന്നുണ്ട് BJP? RK, അല്പസമയം മുമ്പാണ് BJPയുടെ ദേശീയ ആസ്ഥാനത്ത് നിന്നുള്ള സന്ദേശം എല്ലാ മാധ്യമങ്ങൾക്കും ലഭിച്ചത്. 7:30 മണിയോടുകൂടി രാഷ്ട്രപതിയെ കാണുമെന്നും NDAയുടെ ഘടകകക്ഷികളുടെ പിന്തുണക്കത്ത് രാഷ്ട്രപതിക്ക് കൈമാറും എന്നുമാണ് അറിയിച്ചിരിക്കുന്നത്. ഈ ഘടകകക്ഷികൾ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ സംബന്ധിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ചർച്ച ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ അറിയാനായി സാധിക്കുന്നത്. ഇന്നത്തെ യോഗത്തിൽ കേവലമായി സംസാരിക്കപ്പെട്ടത് സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളും പിന്തുണ നൽകാനായിട്ടുള്ള കത്ത് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും മാത്രമാണ്. അനൌദ്യോഗികമായിട്ടുള്ള ചർച്ചകൾ നടക്കുമെന്നും ഇക്കാര്യത്തിൽ ഭിന്നതകളില്ലാത്ത വിധത്തിൽ ഒരു തീരുമാനം കൈക്കൊള്ളും എന്നുമാണ് ഇപ്പോൾ BJP നേതൃത്വം വ്യക്തമാക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അടുത്ത 2 ദിവസങ്ങളിലായിട്ട് അനൌദ്യോഗിക ചർച്ചകൾ നടക്കും. ഇപ്പോൾ തെലുങ്ക് ദേശം ആവശ്യപ്പെട്ടിരിക്കുന്നത് സ്പീക്കർ സ്ഥാനവും 3 കേന്ദ്രമന്ത്രി സ്ഥാനവും ഒപ്പം 2 സഹമന്ത്രി സ്ഥാനവുമാണ് തെലുങ്ക് ദേശം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവരുടെ അംഗബലം വെച്ച് നോക്കുകയാണെങ്കിൽ അതിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവസരമില്ല എന്നാണ് BJPയുടെ നിലപാട്. അതുകൊണ്ട് തന്നെ ഒരു കോമൺ ഫോർമുല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമാണ് BJP കൈക്കൊണ്ടിരിക്കുന്നത്. ഘടകകക്ഷികൾക്കെല്ലാം പ്രാതിനിധ്യം നൽകും. ഒരു മന്ത്രിസ്ഥാനം നൽകണമെന്നുണ്ടെങ്കിൽ എത്ര MP-മാർ എന്നതിന്റെ ഒരു ശതമാനം കൂടി കണക്കിലാക്കിയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുക. അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് BJP ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അക്കാര്യത്തിൽ ഈ ഘടകകക്ഷികളുമായിട്ട് BJP ചർച്ച നടത്തും എന്നാണ് ഇപ്പോൾ അറിയുന്നത്. മറ്റ് വിഷയങ്ങളിൽ ഈ വകുപ്പുകൾ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് നിതീഷ് കുമാർ റെയിൽവേയും കൃഷിയും അടക്കം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് റെയിൽവേയും കൃഷിയും തന്നെ നൽകാനായിട്ട് NDAക്ക് അല്ലെങ്കിൽ BJPക്ക് ഏതെങ്കിലും വിധത്തിൽ വൈമനസ്യമില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ സാധിക്കുന്നു. 8 മണിക്കായിരിക്കും ഈ ശനിയാഴ്ച 8 മണിക്കായിരിക്കും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കാനായി പോകുന്നത്. ഇതിന് മുന്നോടിയായിട്ട് 17ാം ലോക്സഭ പിരിച്ചുവിടാനായിട്ട് കേന്ദ്രമന്ത്രിസഭാ യോഗം ഇന്ന് ശുപാർശ ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അല്പസമയത്തിന് മുമ്പ് രാഷ്ട്രപതി 17ാം ലോക്സഭ പിരിച്ചുവിട്ടുകൊണ്ടുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. 18ാം ലോക്സഭ ഇനി രൂപീകരിക്കണം. 18ാം ലോക്സഭ രൂപീകരിക്കുന്ന നടപടികളിലേക്ക് ലോക്സഭാ സെക്രട്ടേറിയറ്റ് കടന്നിട്ടുണ്ട്. ഇനി രാഷ്ട്രപതിയുടെ വിജ്ഞാപനമാണ് അക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഈ ജയിച്ചവരുടെ വിവരങ്ങൾ കൂടി ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ ലഭിച്ച പശ്ചാത്തലത്തിൽ അതുകൂടി രാഷ്ട്രപതി ഭവന് കൈമാറുന്ന മുറയ്ക്കായിരിക്കും ഈ വിജ്ഞാപനം ഇനി രാഷ്ട്രപതി ഭവൻ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. സർക്കാർ രൂപീകരിക്കാൻ ഇന്ന് തന്നെ NDA അവകാശവാദം ഉന്നയിക്കും. 17ാം ലോക്സഭ പിരിച്ചുവിട്ടിരിക്കുന്നു. രാഷ്ട്രപതി അത് സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നു. R. രാധാകൃഷ്ണൻ സമഗ്രമായതിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. BJPക്ക് കേവല ഭൂരിപക്ഷമില്ലാത്തതിനാൽ മന്ത്രിസഭാ രൂപീകരണത്തിലടക്കം നിരവധി വിട്ടുവീഴ്ചകൾക്ക് BJPക്ക് വഴങ്ങേണ്ടി വരും. പാർലമെന്റിലാകട്ടെ ശക്തമായ പ്രതിപക്ഷത്തെയാകും ഭരണപക്ഷത്തിന് നേരിടേണ്ടി വരിക. 10 വർഷത്തിനിടെ പതിവില്ലാത്ത കാഴ്ചയ്ക്ക് ദേശീയ രാഷ്ട്രീയം സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ്. BJPക്ക് കേവല ഭൂരിപക്ഷമില്ലാത്തതിനാൽ സഖ്യകക്ഷികൾക്ക് സുപ്രധാന വകുപ്പുകൾ നൽകേണ്ടി വരും.
തെലുഗുദേശം മുതൽ ജിതിൻ റാം മാഞ്ചിയുടെ പാർട്ടിക്ക് വരെ പദവികൾ പങ്കുവെക്കണം. ലോക്സഭാ സ്പീക്കർ സ്ഥാനം, ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി, പോളവാരം പദ്ധതി പൂർത്തീകരണം, അമരാവതിയിൽ തലസ്ഥാന നിർമ്മാണം, ജഗൻമോഹൻ റെഡ്ഡി സർക്കാരിന്റെ അഴിമതി കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം. അങ്ങനെ നീളുന്നു ചന്ദ്രബാബു നായിഡുവിന്റെ ആവശ്യങ്ങൾ. 3 ക്യാബിനറ്റ് മന്ത്രിസ്ഥാനങ്ങൾ, സഹമന്ത്രിസ്ഥാനങ്ങൾ, മറ്റു സുപ്രധാന പദവികൾ എന്നിങ്ങനെ നിതീഷ് കുമാറിനുമുണ്ട് ആവശ്യങ്ങളേറെ. അവ അംഗീകരിക്കേണ്ടി വരും. കഴിഞ്ഞ 10 വർഷം NDA പേരിൽ മാത്രമായിരുന്നു. നടപ്പാക്കിയതൊക്കെ BJP നയങ്ങൾ. NDA സ്ഥാപകാംഗങ്ങളായ അകാലിദളും ശിവസേനയും മുന്നണി വിട്ടപ്പോഴും BJP കുലുങ്ങിയില്ല. ഒടുവിൽ AIADMKയും കൈവിട്ടു. ഇനി നിർണായക തീരുമാനങ്ങൾക്ക് NDA യോഗം ചേർന്ന് അനുമതി നൽകേണ്ടതുണ്ട്. 10 വർഷത്തെ പാർലമെന്റിന്റെ സ്വഭാവവും മാറുകയാണ്. കാർഷിക നിയമ ഭേദഗതി, പൗരത്വ നിയമ ഭേദഗതി തുടങ്ങിയവയൊക്കെ BJPയുടെ മാത്രം തീരുമാനമായിരുന്നു. ഇനി NDAയിലും പാർലമെന്റിലും വിവാദ നിയമങ്ങൾ കൊണ്ടുവരിക എളുപ്പമാകില്ല. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ BJP പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ തൽക്കാലം അലമാരയിൽ വെക്കേണ്ടി വരും. പൊളിറ്റിക്കൽ ഡെസ്ക്, 24. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ നിർണായക ഇന്ത്യ മുന്നണി യോഗം അല്പസമയത്തിനകം ഡൽഹിയിൽ ചേരും. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ ചേരുന്ന യോഗത്തിൽ സർക്കാർ രൂപീകരണ സാധ്യതകൾ ചർച്ച ചെയ്യും. BJP വിരുദ്ധ സർക്കാർ രൂപീകരിക്കുമെന്ന് RJD നേതാവ് തേജസ്വി യാദവ് വ്യക്തമാക്കിയിരുന്നു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, സർക്കാർ രൂപീകരിക്കുക, അതിനുള്ള സാധ്യതകൾ പരിശോധിക്കുക എന്നുള്ളത് ഇന്ത്യ സഖ്യം ഇപ്പോഴും കൈവിട്ടിട്ടില്ല, പ്രതീക്ഷകൾ കൈവിട്ടിട്ടില്ല. പക്ഷേ ആ പ്രതീക്ഷകൾ മങ്ങുന്നുണ്ട് ഒരു ഭാഗത്ത്. എന്താണ് ഇന്ത്യ സഖ്യം നിലവിലെ സാഹചര്യത്തെ കാണുന്നത്? ഇന്ത്യ സഖ്യത്തിന്റെ ക്യാമ്പിൽ നിന്നുള്ള വിവരങ്ങൾ എങ്ങനെയാണ് ബൽറാം? റിജിത്ത്, ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ബദൽ സർക്കാർ രൂപീകരിക്കുക എന്നുള്ളത്, അതായത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJPക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്ത പശ്ചാത്തലത്തിൽ ബദൽ സർക്കാർ രൂപീകരിക്കുക എന്നുള്ളത് ഒരു അടിയന്തര പദ്ധതിയല്ല, മറിച്ച് ഒരു ദീർഘകാല പദ്ധതിക്കുള്ള തയ്യാറെടുപ്പുകൾ. അതാണ് ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുക. ആദ്യഘട്ടത്തിൽ തന്നെ ഇടപെടാനുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള ശ്രമങ്ങൾ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. NDAയിലെ 2-3 പാർട്ടികളായ TDP, JDU എന്നിവരുടെ നേതാക്കളുമായി സംസാരിച്ചിരുന്നു. എന്നാൽ ഇരുവരും NDAക്ക് അനുകൂലമായ പ്രതികരണം നടത്തിയിരിക്കുന്നു. NDA സർക്കാർ രൂപീകരണ നീക്കങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ എന്നാൽ ഇന്ത്യ സഖ്യം കണക്കുകൂട്ടുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു കൂട്ടുകക്ഷി സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മെയ്വഴക്കമില്ല, അസ്വാരസ്യങ്ങൾ ഉടലെടുക്കും. അത് എത്രയും വേഗം ആ ഘട്ടങ്ങളിൽ ഇടപെടുക, ഒരു ബദൽ സർക്കാർ രൂപീകരിക്കുക, അതിന് ഏത് ഘട്ടത്തിലും തയ്യാറായി നിൽക്കുന്ന ഒരു മുന്നണിയായി, ഒരു പ്രതിപക്ഷമായി ഇന്ത്യ സഖ്യം മാറുക എന്നുള്ളതാണ്. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ കഴിഞ്ഞ ഈ ഇന്ത്യ മുന്നണി രൂപീകരണത്തിന് ശേഷം നടക്കുന്ന 6ാമത്തെ യോഗമാണ് ഇന്ന്. നേരത്തെ ഉണ്ടായിരുന്ന മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വീട് എന്നുള്ളത് 52 ുള്ള ഒരു പാർട്ടിയുടെ തലവന്റെ വീട് എന്നതിനപ്പുറത്തേക്ക് ഒരു സ്വരത്തിന്റെ കേന്ദ്രമായി മാറിയിരിക്കുന്നു. ഇവിടെ എത്തിയിരിക്കുന്ന, കഴിഞ്ഞ യോഗങ്ങളിൽ എത്തിയിരിക്കുന്ന, അത് കവർ ചെയ്യാൻ എത്തിയിരിക്കുന്ന മാധ്യമങ്ങളുടെ എണ്ണത്തിൽ പോലും 3 ഇരട്ടിയോളം വർധനവുണ്ടായിരിക്കുന്നു. ഒപ്പം തന്നെ ആവേശത്തോടെ അണികളും പുറത്തുണ്ട്. ഓരോ നേതാവ് ഈ വീടിനകത്തേക്ക് ചർച്ചയ്ക്കായി എത്തുന്ന ഘട്ടത്തിലും അവർക്ക് അനുകൂലമായി മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും സമാജ്വാദികളും ഒപ്പം തന്നെ മറ്റ് പാർട്ടികളുടെ പ്രവർത്തകരും ഇവിടെ ആവേശത്തോടെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. ഒരു പ്രതിപക്ഷത്തിന്റെ ഒരു കേന്ദ്രമായി ഈ വീട് മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അത്ര എളുപ്പത്തിൽ നയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഏത് സമയത്തും ഈ സർക്കാരിന് ഭീഷണി ഉയർത്താൻ കഴിയുന്ന ശക്തിയുള്ള ഒരു പ്രതിപക്ഷമായി മാറിയതിന്റെ എല്ലാ ചിത്രവും ആദ്യ ദിവസം തന്നെ പ്രകടമാണ് ഇവിടെ എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇത് തന്നെയാണ് ഇന്ത്യ സഖ്യം ഇന്നത്തെ യോഗത്തിൽ ചർച്ചയ്ക്കായി വയ്ക്കുന്ന അജണ്ടയിൽ പ്രധാനപ്പെട്ടതും. മറ്റ് നിലവിലെ സാഹചര്യത്തിൽ ഈ 2-3 പാർട്ടികളെ മാത്രം അടർത്തിയെടുത്താലും ഇന്ത്യ സഖ്യത്തിന് 234 സീറ്റുകൾ മാത്രമാണ് ഉള്ളത് എന്നതിനാൽ സർക്കാർ രൂപീകരിക്കാൻ കഴിയില്ല. മറ്റ് സ്വതന്ത്രർ, ചെറു പാർട്ടികൾ എന്നിവരുടെ പിന്തുണ കൂടി ഉറപ്പാക്കേണ്ടതുണ്ട്. അതിനായുള്ള നീക്കങ്ങൾ ഇന്നലെ മുതൽ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ചന്ദ്രശേഖർ ആസാദ് അടക്കമുള്ളവരുമായി ഇതിനകം തന്നെ ചർച്ച നടത്തിയിട്ടുണ്ട്. അതത് സംസ്ഥാനങ്ങളിലെ പ്രാദേശിക പാർട്ടി
പാർട്ടികളുമായി ആ സംസ്ഥാനങ്ങളിൽ ശക്തമായ ഇന്ത്യ സഖ്യകക്ഷി ചർച്ച നടത്തി അവരെ ഒപ്പം നിർത്തുക എന്നുള്ളതാണ് തന്ത്രം. ഒപ്പം NDAയിൽ നിന്നും ഏതെങ്കിലും ഘട്ടത്തിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുക്കുകയാണെങ്കിൽ ആ പാർട്ടികളെയും. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. പരമാവധി പ്രാദേശിക പാർട്ടികളെ നിലവിൽ ഒപ്പം നിർത്തുക, സർക്കാർ രൂപീകരിക്കാൻ സാധ്യമാകുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടാൽ സർക്കാർ രൂപീകരിക്കാനുള്ള സാധ്യത തേടുക, അതാണ് നിലവിൽ ഇന്ത്യ സഖ്യം ആലോചിക്കുന്നത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. മഹാരാഷ്ട്രയിൽ BJPക്കേറ്റ കനത്ത തിരിച്ചടിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഉപമുഖ്യമന്ത്രി പദം രാജിവെക്കാൻ തയ്യാറായി ദേവേന്ദ്ര ഫഡ്നാവിസ്. തന്റെ രാജ്യസന്നദ്ധത അംഗീകരിക്കണമെന്ന് ഫഡ്നാവിസ് കേന്ദ്ര നേതൃത്വത്തോട് അഭ്യർത്ഥിച്ചു. സഖ്യത്തിനകത്ത് കടുത്ത അവഗണന നേരിട്ടതിനെ തുടർന്ന് NDAക്കുള്ളിൽ NCP നേതാവ് അജിത് പവാർ നിസ്സഹകരണത്തിലാണ്. രണ്ടക്കം പോലും കടക്കാനാകാതെ സീറ്റ് നിലയിൽ കോൺഗ്രസിനും പുറകിലായി മഹാരാഷ്ട്രയിൽ BJP. പുതിയ കൂട്ടാളികളുമായി തെരഞ്ഞെടുപ്പിനിറങ്ങിയ തന്ത്രം ഫലമുണ്ടാക്കിയില്ല. സംസ്ഥാന ഘടകത്തിന്റെ കോർ കമ്മിറ്റി യോഗത്തിന് ശേഷമാണ് തോൽവി സംബന്ധിച്ച് ഫഡ്നാവിസ് മാധ്യമങ്ങളെ കണ്ടത്. തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. പാർട്ടിയെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പുതിയ തന്ത്രങ്ങൾ ഒരുക്കി തയ്യാറാക്കണം. അതിന് ഉപമുഖ്യമന്ത്രി പദം രാജിവെച്ച് സംഘടനാ പ്രവർത്തനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ദേശീയ നേതൃത്വം ഈ ആവശ്യം അംഗീകരിക്കണമെന്നും ഫഡ്നാവിസ് ആവശ്യപ്പെട്ടു. हम लोग वापस नई स्ट्रैटेजी तैयार करेंगे और नई स्ट्रैटेजी तैयार करके हम लोग जनता के बीच जाएंगे. जनता का जो विश्वास है उस विश्वास को हम लोग संपादित करेंगे. അതേസമയം സംസ്ഥാനത്ത് NDAക്കുള്ളിൽ ഭിന്നത കടുത്തു. ദില്ലിയിലെ ചർച്ചകളിൽ നിന്ന് അജിത് പവാർ വിട്ടുനിന്നു. ഭാര്യയടക്കം തന്റെ സ്ഥാനാർത്ഥികളുടെ തോൽവിക്ക് പിന്നിൽ പാലം വലിയാണെന്ന് അജിത് വിശ്വസിക്കുന്നു. ശിവസേന ഷിൻഡെ വിഭാഗത്തോടാണ് കടുത്ത അമർഷം. 4 സീറ്റ് മാത്രം തനിക്ക് അനുവദിച്ചതിൽ പ്രചാരണ കാലത്ത് തന്നെ അജിത് പിണക്കത്തിലാണ്. പ്രചാരണത്തിൽ കാര്യമായി ഇടപെട്ടുമില്ല. മോദിയുടെ റാലികളിൽ നിന്ന് പോലും വിട്ടുനിന്നു. ആ തർക്കമാണ് ദയനീയ തോൽവിയോടെ രൂക്ഷമായത്. അജിത്തിനെ ഒപ്പം കൂട്ടാനുള്ള ശ്രമം ശരത് പവാർ വിഭാഗവും തുടങ്ങിയിട്ടുണ്ട്. അജിത്തിനൊപ്പമുള്ള MLA-മാരുമായി സംസാരിച്ചെന്ന് രോഹിത് പവാർ തന്നെ തുറന്നു പറയുകയും ചെയ്തു. 24 മുംബൈ. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന്റെ തിരിച്ചടികൾ മറികടന്ന് വിപണികൾ. സെൻസെക്സ് 3.25%, ദേശീയ ഓഹരി വിപണി 3.36% ഉയർന്ന് വ്യാപാരം അവസാനിപ്പിച്ചു. ബാങ്ക്, സാമ്പത്തിക സേവന, ഓട്ടോ ഓഹരികൾ വൻ നേട്ടമുണ്ടാക്കി. വിപണി മൂല്യത്തിൽ ഇന്നൊരു ദിവസം കൊണ്ടുണ്ടായത് 13 ലക്ഷം കോടിയുടെ വർധനയാണ്. ഒഡീഷയിൽ സർക്കാർ രൂപീകരണ നീക്കങ്ങൾ വേഗത്തിലാക്കി BJP. വനിതകൾക്ക് പ്രാധാന്യം നൽകണമെന്ന നിർദ്ദേശം അംഗീകരിച്ചാൽ അപരാജിത സാരംഗി മുഖ്യമന്ത്രിയാകും. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ മുഖ്യമന്ത്രി നവീൻ പട്നായിക് രാജിവെച്ചു. വാർത്തകളിലേക്ക് വീണ്ടും ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. ഇടുക്കി പൈനാവിൽ 2 വയസ്സുകാരുടെ ദേഹത്ത് ബന്ധു പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി. രക്ഷിക്കാൻ ശ്രമിച്ച മുത്തശ്ശിക്കും പൊള്ളലേറ്റു. പൈനാവ് 56 കോളനിയിൽ താമസിക്കുന്ന അന്നക്കുട്ടി, കൊച്ചുമകൾ ദിയ എന്നിവർക്കാണ് പൊള്ളലേറ്റത്. രാഹുൽ വിജയൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, വലിയ നടുക്കമുണ്ടാക്കുന്നൊരു വാർത്തയാണ്. എന്താണ് ഇങ്ങനെ ഒരു ക്രൂരതയ്ക്ക് കാരണം? ഈ പൊള്ളലേറ്റവരുടെ ആരോഗ്യനില എങ്ങനെ രാഹുൽ? റിജിത്ത്, ഇന്ന് വൈകിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. കുടുംബ പ്രശ്നമാണ് ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് വഴിതെളിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഞ്ഞിക്കുഴി സ്വദേശിയായിട്ടുള്ള സന്തോഷാണ് ഈ കേസിലെ പ്രതി എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് വൈകിട്ട് സന്തോഷിന്റെ ഭാര്യ വീട്ടിലെത്തിയതാണ്. ഭാര്യയുടെ സഹോദരിയുടെ കുഞ്ഞിനെയും ഭാര്യ മാതാവിനെയുമാണ് പെട്രോൾ ഒഴിച്ച് ആക്രമിച്ചത്. ഭാര്യ ഈ സഹോദരിയുടെ കുഞ്ഞിന്റെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച ശേഷം തീ കൊളുത്തുകയായിരുന്നു. അതിനുശേഷം ഈ കുട്ടിയെ രക്ഷിക്കാൻ എത്തിയ ഭാര്യ മാതാവിനും പൊള്ളലേൽക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ മറ്റ് പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, കുടുംബത്തിലുണ്ടായിരുന്ന മറ്റ് പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഈ 2 പേർക്കും 30% പൊള്ളലേറ്റിട്ടുണ്ട് എന്നുള്ളതും അറിയാൻ കഴിയുന്നുണ്ട്. പ്രതിയായ സന്തോഷിനെ ഇടുക്കി പോലീസ് ഇപ്പോൾ എന്തായാലും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പൊള്ളലേറ്റ 2 പേരും ഇടുക്കി കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുമാണ്. ശരി, രാഹുൽ വിജയൻ വിവരങ്ങൾ നൽകുകയായിരുന്നു ഇടുക്കിയിൽ നിന്ന്. തൃശൂരിൽ ചരിത്ര ജയം നേടിയ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിസഭയിലേക്ക്. നരേന്ദ്രമോദിയുമായി നാളെ ചർച്ച നടത്തും. തകർപ്പൻ ജയത്തിന് ശേഷം തൃശൂരിലെത്തിയ സുരേഷ് ഗോപിക്ക് വൻ സ്വീകരണമൊരുക്കി BJP. തൃശൂർ നഗരത്തിൽ സുരേഷ് ഗോപിയുടെ റോഡ് ഷോ ഇപ്പോഴും നടക്കുകയാണ്. അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അശ്വിൻ, BJP അക്കൗണ്ട് തുറന്നതോടെ വലിയ ആഹ്ലാദത്തിലാണ് പ്രവർത്തകർ. പരമാവധി പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് റോഡ് ഷോ, ആഹ്ലാദ പ്രകടനം. എന്താണ് അവിടെ നിന്നുള്ള കാഴ്ചകൾ അശ്വിൻ? ഗോകുൽ, റോഡ് ഷോ ഔദ്യോഗികമായി ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. അതായത് സുരേഷ് ഗോപി കളക്ട്രേറ്റിൽ നിന്നും സർട്ടിഫിക്കറ്റ് വാങ്ങി തൃശ്ശൂർ റൗണ്ടിലേക്ക് എത്തിയതിനു ശേഷം മണികണ്ഠനാലിലെ ഗണപതിത്തറയിൽ നാളികേരം ഉടച്ചു. ഇനിയാണ് റോഡ് ഷോ ആരംഭിക്കുന്നത്. അവിടുത്തെ ക്ഷേത്രത്തിനുള്ളിലെ ചടങ്ങുകൾക്ക് ശേഷം അദ്ദേഹം ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നേതാക്കൾക്കൊപ്പമായിരിക്കും റോഡ് ഷോയിൽ പങ്കെടുക്കുക. അദ്ദേഹം
വാഹനത്തിലായിരിക്കില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഇവിടേക്ക് എത്തിയത് തുറന്ന വാഹനത്തിൽ നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഒക്കെ അകമ്പടിയോടെയാണ്. ക്ഷേത്രത്തിലെത്തി വാഹനത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയാണ് ക്ഷേത്രത്തിൽ മടങ്ങിയെത്തിയത്. ഇതുവരെയും വാഹനത്തിലേക്ക് കയറിയിട്ടില്ല. എന്തായാലും BJP നേതാക്കൾ വാഹനത്തിനുള്ളിലേക്ക് എത്തി. അല്പസമയത്തിനുള്ളിൽ സുരേഷ് ഗോപി തന്നെ ഈ റോഡ് ഷോയുടെ ഭാഗമാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വലിയ ആവേശം, അതായത് ഒരു പൂരത്തിനൊക്കെ സമാനമായ നിലയിലേക്ക് തൃശ്ശൂർ റൗണ്ട് ഇപ്പോൾ തന്നെ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്. 10,000-കണക്കിന് ആളുകൾ ഈ റോഡ് ഷോയുടെ ഭാഗമാകാൻ എത്തിയിട്ടുണ്ട് എന്നുള്ളത് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. ആവേശം അതിൻ്റെ പരകോടിയിലേക്ക് എത്തിയെന്ന് തന്നെ പറയാം. വാദ്യമേളങ്ങളും ഒപ്പം അതിന് അനുസൃതമായ മറ്റ് കലാരൂപങ്ങളും എല്ലാം തന്നെ ഈ റോഡ് ഷോയുടെ ഭാഗമാകുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ സുരേഷ് ഗോപി ഈ റോഡ് ഷോയുടെ ഭാഗമായി എത്തും. അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശ്ശൂരിൽ നിന്ന്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി ചർച്ച ചെയ്യാൻ ഈ മാസം 16 മുതൽ 5 ദിവസം CPIM നേതൃയോഗങ്ങൾ ചേരും. തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ജനവിധി അംഗീകരിക്കുന്നുവെന്നും പോരായ്മകൾ പരിഹരിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതികരിച്ചു. സർക്കാർ വിരുദ്ധ വികാരം ആഞ്ഞടിച്ചപ്പോൾ ആലത്തൂരിലൊഴികെ എല്ലാ മണ്ഡലങ്ങളിലും ഇടതുമുന്നണിക്ക് കാലിടറി. CAയും മണിപ്പൂർ വിഷയങ്ങളും ഉയർത്തി ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്താനുള്ള ശ്രമം ഫലം കണ്ടില്ല. പാർട്ടി വോട്ടുകൾ പൂർണ്ണമായി സംരക്ഷിക്കാനും കഴിഞ്ഞില്ല. ഇക്കാര്യങ്ങളെല്ലാം 16, 17 തീയതികളിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും 18, 19, 20 തീയതികളിൽ സംസ്ഥാന കമ്മിറ്റിയും ചർച്ച ചെയ്യും. പാർട്ടിയുടെ അടിത്തറയ്ക്ക് കോട്ടം തട്ടിയിട്ടില്ലെന്ന് MV ഗോവിന്ദൻ. ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം 36% വോട്ടാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് 1% വോട്ടിൻ്റെ കുറവോടെ 35% വോട്ട് ഞങ്ങൾക്ക് കിട്ടി. അടിത്തറ വളരെ ശക്തമായ രീതിയിൽ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് അത് കാണിക്കുന്നത്. അല്ലാണ്ട് എല്ലാം എന്തോ ആയിപ്പോയി എന്നുള്ളൊരു തെറ്റിദ്ധാരണയും വേണ്ട. UDFൻ്റെ 5% വോട്ട് കുറഞ്ഞു, ഞങ്ങൾക്ക് 1% വോട്ട് കുറഞ്ഞു. കേരളത്തിലെ ജനവിധി ആഴത്തിൽ പരിശോധിച്ച് ആവശ്യമായ തിരുത്തുകൾ വരുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർക്കാരിനെതിരെ നടക്കുന്ന സംഘടിത കുപ്രചാരണങ്ങളെ പ്രതിരോധിക്കും. തൃശ്ശൂരിലെ BJPയുടെ ജയം ഗൗരവത്തോടെ പരിശോധിക്കും. ദേശീയ തലത്തിൽ വർഗീയതയുയർത്തി മുന്നോട്ടു പോകാമെന്ന BJPയുടെ വ്യാമോഹം ഇന്ത്യൻ ജനത തകർത്തെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. ആലത്തൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട K രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം ഒഴിയുമ്പോൾ മറ്റൊരാൾക്ക് ചുമതല നൽകണോ എന്നതും CPIM നേതൃയോഗങ്ങളിൽ ചർച്ചയാകും. ബാലുശ്ശേരി MLA KM സച്ചിൻദേവ്, മാനന്തവാടി MLA OR കേളു, കോങ്ങാട് MLA K ശാന്തകുമാരി എന്നിവരുടെ പേര് പരിഗണനയിലുണ്ടെന്നാണ് സൂചന. 24 തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെ രാജ്യസഭാ സീറ്റിനെ ചൊല്ലി LDFൽ തർക്കം രൂക്ഷം. രാജ്യസഭാ സീറ്റ് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നും വിട്ടുവീഴ്ച ചെയ്യില്ല എന്നും CPIM നേതൃത്വത്തെ CPI അറിയിച്ചിട്ടുണ്ട്. കേരള കോൺഗ്രസും RJDയും സീറ്റ് ആവശ്യപ്പെട്ട് സമ്മർദ്ദം ശക്തമാക്കി. ഇതിനിടെ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി KK ശിവരാമനും MV ശ്രേയാംസ്കുമാറും രംഗത്തെത്തി. വാർത്തകളിലേക്ക് വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മികച്ച വിജയത്തിന്റെ നിറവിലും കോൺഗ്രസിന് തലവേദനയായി K മുരളീധരന്റെ പരാജയവും പൊട്ടിത്തെറിയും. അതൃപ്തി പരസ്യമാക്കിയ K മുരളീധരനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം. ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകുന്നതും സംഘടനയുടെ തലപ്പത്തേക്ക് എത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും നേതൃത്വത്തിന്റെ പരിഗണനയിൽ ഉണ്ട്. പൊതുരംഗത്ത് നിന്ന് താൽക്കാലികമായി മാറി നിൽക്കുമെന്ന കടുത്ത തീരുമാനമെടുത്ത K മുരളീധരനെ അനുനയിപ്പിക്കാൻ പല വഴികൾ തേടുകയാണ് കോൺഗ്രസ് നേതൃത്വം. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കുന്ന കാര്യം ആലോചനയിലാണ്. എന്നാൽ ഉറച്ച വിജയസാധ്യതയില്ലാതെ മുരളീധരൻ വഴങ്ങുമോ എന്നതാണ് പ്രതിസന്ധി. വയനാട്ടിൽ രാഹുൽ ഗാന്ധി രാജിവെക്കുകയാണെങ്കിൽ അതുവഴി ലോക്സഭയിലേക്ക് മുരളീധരനെ എത്തിക്കുന്ന കാര്യവും ആലോചനയിലുണ്ട്. K മുരളീധരനെ KPCC അധ്യക്ഷനാക്കണമെന്ന ആവശ്യവും പാർട്ടിക്കുള്ളിൽ ശക്തമായി. പാർട്ടിയുടെ എല്ലാമെല്ലാമായ മുരളീധരൻ ഉന്നയിച്ച പ്രശ്നങ്ങൾ പരിശോധിക്കുമെന്ന് K സുധാകരൻ. തൃശ്ശൂരിലെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഇത്തരമൊരു അനുഭവം ആദ്യമാണ്. അതിനുള്ള അടിസ്ഥാനപരമായ കാരണങ്ങൾ എന്ത് എന്ന് പരിശോധിക്കണം. പാർട്ടി അതിനുവേണ്ടി നടപടി സ്വീകരിക്കുന്നു, അന്വേഷിക്കും, എല്ലാ വസ്തുതകളും അന്വേഷിക്കും, എന്തു പറ്റി എന്ന് പാർട്ടി വിലയിരുത്തും. തൃശൂരിൽ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കിയത് പാർട്ടിയാണെന്നും പരാതി പരിശോധിക്കുമെന്നും KC വേണുഗോപാൽ പ്രതികരിച്ചു. കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് ശ്രീ മുരളീധരൻ. പാർട്ടിയുടെ നേതൃത്വം കൂട്ടായിട്ട് പറഞ്ഞിട്ട് ആണ് അദ്ദേഹവും സമ്മതിച്ചിട്ടാണ് തൃശ്ശൂരിലേക്ക് സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിരിക്കുന്നത്. അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളതിൻ്റെ സൂക്ഷ്മമായ പരിശോധന പാർട്ടി നടത്തുമെന്നുള്ളതിന് സംശയം വേണ്ട. പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കുന്നുവെന്ന നിലപാട് പിൻവലിക്കണമെന്ന മുതിർന്ന നേതാക്കൾ മുരളീധരനോട് ആവശ്യപ്പെട്ടു. അനുനയ നീക്കത്തിൽ വഴങ്ങിയില്ലെങ്കിൽ അത് വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടിയാകുമെന്ന ഭയം കോൺഗ്രസിനുണ്ട്. 24 തിരുവനന്തപുരം. നോക്കാമിനി ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.
T20 ലോകകപ്പിൽ ടീം ഇന്ത്യക്ക് ഇന്ന് ആദ്യ മത്സരമാണ്. രാത്രി 8-ന് ന്യൂയോർക്കിൽ നടക്കുന്ന മത്സരത്തിൽ അയർലൻഡാണ് എതിരാളികൾ. സഞ്ജു സാംസൺ ആദ്യ 11-ൽ ഇടം പിടിക്കുമോ എന്ന ആകാംക്ഷയിലാണ് മലയാളി ആരാധകർ. പ്രൈം ടൈം ന്യൂസ് പൂർത്തിയാവുകയാണ്. ഇന്ന് സംഭവിച്ചത് കാണാം. പ്രേക്ഷകർക്കൊപ്പം ക്രിസ്റ്റീന ചെറിയാനെത്തും. നമസ്കാരം.